ഹായ്. ഹായ്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് അനാമിക എന്നാണ്. ഞാൻ വരുന്നത് വെസ്റ്റീലിലാണ്. ഇപ്പോൾ കാറ്റലിസ്റ്റിൽ കറൻ്റ് ACCA ആസ്പിറൻ്റ് ആണ്. ഇപ്പം 3 പേപ്പർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും 3 പേപ്പറൊക്കെ കഴിഞ്ഞിട്ടേക്കാണ്. അപ്പോൾ ഇതുവരെയുള്ള ഒരു ലൈഫ് സ്റ്റൈലും മുമ്പോട്ട് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലും തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, വെച്ചാൽ ഇതുവരെയുള്ള നമ്മുടെ ഈ ഒരു 3 പേപ്പർ കഴിയുമ്പോഴത്തേക്കും ഇതുവരെ പഠിച്ചിരിക്കുന്ന കുറേ സ്റ്റൈലും കാര്യങ്ങളുണ്ട്. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞാൽ പാടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാറില്ലേ. അപ്പം ഇതുവരെയുള്ള എക്സ്പീരിയൻസും മുമ്പോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചത് ഈ ACCA ഭയങ്കര ടഫാണെന്നുള്ളൊരു കോഴ്സാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്ന് പഠിച്ചപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെൻറ്ററിങ് സപ്പോർട്ടും ഉണ്ട് ഇവിടെ. അതിനെക്കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ എന്തായാലും കാലിക്കട്ട് തന്നെയാണ് അനാമികയുടെ വീട്. അപ്പം ഈ ഒരു കാലിക്കറ്റിൻ്റെ കൾച്ചറും കാറ്റലിസ്റ്റിനെയും പറ്റി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് ആണ് ഇപ്പോൾ കാലിക്കറ്റ് കത്തിക്കുന്നത്. അങ്ങനെ തോന്നാനുള്ളൊരു കാര്യം ഇപ്പം എവിടെ നോക്കിയാലും കാറ്റലിസ്റ്റ് എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരുക്കിയിട്ടുള്ള അവർ നല്ല വൈബിലാണ് അവർ കളിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിലും കാറ്റലിസ്റ്റ് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും അനാമിക ഇവിടെ വരുന്നതിന് മുമ്പ് +2 പഠിച്ചിരുന്ന കൊമേഴ്സാണ്. ഓക്കെ, അപ്പം ആ ഒരു കൊമേഴ്സ് പഠിക്കുന്ന സമയത്തു നീ പെട്ടെന്ന് ഒരു നോർമൽ ഡിഗ്രിയിലേക്ക് പോകാതെ ACCA എടുക്കാം, അതും ACCA കാറ്റലിസ്റ്റ് തന്നെ എടുക്കാം എന്നൊരു തോന്നലിലേക്ക് എത്താനുള്ള ഒരു റീസൺ? ACCA എടുക്കാനുള്ള റീസൺ എൻ്റെ ഒരു നെയ്ബറിൻ്റെ മകൻ ACCA ആണ് എടുത്തത്. അപ്പോൾ അവർ വഴിയാണ് ACCA പറ്റി അറിയുന്നത്. അങ്ങനെ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അന്വേഷിച്ചു. അങ്ങനെ കാറ്റലിസ്റ്റ് കണ്ടുപിടിച്ച്. എന്തുകൊണ്ടാണ് കാറ്റലിസ്റ്റ് കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് കുറച്ചും കൂടെ അഫോർഡബിളും പ്ലസ് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ സൗകര്യവും ഞാൻ കണ്ടത് കാറ്റലിസ്റ്റാണ്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയും വരുന്നുണ്ട്. ബാക്കി അറിയില്ല അവരെന്താന്ന്. പക്ഷേ കാറ്റലിസ്റ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു മെയിൻ ടാഗ് ലൈൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒപ്പ് പഴയ ഒപ്പല്ല എന്നുള്ളൊരു ടാഗ് ലൈൻ ഉണ്ട്. അത് ഭയങ്കര കാച്ചിങ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ടാഗ് കണ്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും അനാമിക മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ലക്ഷങ്ങളുടെ വിലയുള്ള ഒരു ഒപ്പിലേക്ക് അനാമികയുടെ പേരും വരും എന്നൊരു തോന്നല് ഈ ആഫ്റ്റർ നമ്മളിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അനാമിക ഫീൽ ചെയ്യുന്നുണ്ടോ? ഓ, തീർച്ചയായും. അത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ മാത്രമായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല അത്. കാരണം നമുക്ക് എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ഒപ്പിന് എന്തായാലും വാല്യൂ കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ACCA പഠിക്കുമ്പോഴത്തേക്ക് പൊതുവേ പുറത്തുള്ള ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ടഫാണ് എന്നൊരു തോന്നലുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് പഠിക്കുന്ന സമയത്ത് ഈവൻ ടഫാണെന്ന് തോന്നുന്ന രീതിയിലേക്ക് തന്നെയാണോ പോകുന്നത്? അതോ അല്ലല്ല, ഇവിടുത്തെ ഫാക്കൽറ്റി ആണെങ്കിലും മെൻറ്ററിങ് ആയാലും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ ഇപ്പോൾ മെൻറ്ററിങ് തന്നെ പറയുകയാണെങ്കിൽ എപ്പോൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആൾ റെഡിയാണ്. ആൻസർ നമുക്ക് പറഞ്ഞുതരാനും ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാലും ആൾ പറഞ്ഞുതരും. അതാണ് ഒരു മെയിൻ പോയിന്റ്. ഓക്കെ, അതിലിപ്പം എന്തൊരു സമയത്തും റീച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ആയിരുന്നു? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ അവർക്ക് വിഷമാവില്ലേ? അല്ല, എന്നാലും പറഞ്ഞോളൂ. എനിക്ക് FA ക്ലാസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. FA ക്ലാസ്സാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? അത് ഭയങ്കര ഇഷ്ടപ്പെടാൻ അത് ഭയങ്കര മിംഗ്ലിംഗ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം പഠിപ്പിക്കുന്നതും മനസ്സിലാവും. അപ്പോൾ ആ ഒരു രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പഠിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ടോട്ടലി നമ്മളിപ്പം ഈ ഒരു മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലുമൊക്കെ പഠിക്കുന്നതിൽ പ്രശ്നങ്ങൾ, അതായത് ബ്ലോക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ടായിരിക്കുമല്ലോ. ലൈക്ക് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് ചിലപ്പോൾ നമുക്ക് മെൻ്റലി ആവാം അല്ലെങ്കിൽ ഫിസിക്കലി ആവാം. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് അനാമിക യൂസ് ചെയ്യുന്ന ടിപ്പ് എന്തായിരിക്കും? ഞാനിപ്പോൾ മെയിനായിട്ട് സ്റ്റഡി അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് ഫിറ്റ്നസ് ഒരു ഏരിയയിലേക്കാണ്. ഓക്കെ, ഫിറ്റ്നസ്സിൽ ഇപ്പോൾ ഹൈറോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ ഞാൻ ഒരിക്കൽ ഓൾറെഡി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നോട്ട് ജസ്റ്റ് ACCA മാത്രമല്ലാതെ ലൈഫിൽ സ്പോർട്സിലേക്കൊക്കെ കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ശരീരത്തിനെ കൂടി കൊണ്ടുനടക്കുക, അതിനെ കൂടി പ്രിപ്പയർ ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പം അത് ഭയങ്കര നെക്സ്റ്റ് സെക്കൻഡ് കോമ്പറ്റീഷനിലേക്ക് പോവുകയാണ്. അപ്പം അതിനൊക്കെ ഫസ്റ്റ്ലി ഓൾ ദ ബെസ്റ്റ്. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് കാറ്റലിസ്റ്റിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഓക്കെ, ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ അധികാരമായിട്ട് കമ്പനി ഇല്ലായിരുന്നു. ഞാൻ പൊതുവേ കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പാണ്. പക്ഷെ എന്നാലും പിന്നെ അത് മിങ്കിളായി വന്ന് എല്ലാവരുമായിട്ട് മിങ്കിളായി. അപ്പം അങ്ങനെ ഫസ്റ്റില് വന്നിരിക്കുന്ന അനാമികയാണ് ഇപ്പോൾ ഉള്ളത്? അല്ല, ഇപ്പം ആദ്യമേ
ഇൻട്രോവേർട്ട് ആയിരുന്നു. +1 +2 പഠിക്കുന്ന ഒരാളേ അല്ല ഞാൻ ഇപ്പൊ, ആ ഒരു ടൈമിലുള്ള ആളെ അല്ല. അതില് കാറ്റലിസ്റ്റിൽ എവിടെയെങ്കിലും ഒരു ഭാഗമാകാൻ പറ്റുമോ ആ ഒരു ചേഞ്ചിലേക്ക് എത്താനായിട്ട്? എന്തായാലും ഉണ്ട്. കാറ്റലിസ്റ്റും എന്റെ ഫ്രണ്ട്സും ഒക്കെ അതിലൊരു പാർട്ടാണ്. ഓക്കെ, അത് നമുക്ക് എപ്പോഴും SSCയിലേക്ക് വരുമ്പോഴത്തേക്കും ഉള്ളൊരു ചോദ്യമാണ്, ഇത്രയും ടഫായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സ് പഠിക്കുമ്പോഴത്തേക്കും എന്താ പൊതുവേ പറയപ്പെടുന്ന ഒരു കോഴ്സാണ് SSC. അങ്ങനെ ഒരു കോഴ്സ് പഠിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ട്സൊക്കെ വരുന്നു. ആ ഫ്രണ്ട്സുമായിട്ട് പഠിക്കുക മാത്രമല്ല, ഒരു നല്ലൊരു സൗഹൃദവും ഒരു ആ ഒരു കൈൻഡ് ഓഫ് ആംബിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളും അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ടുള്ള കൊളാബും ഒക്കെ എങ്ങനെ ഉണ്ട് ഇവിടെ? ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നല്ല വൃത്തിയിൽ അവരവരെ പണി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് സർക്കിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പഠിക്കുകയാണെങ്കിൽ ഞാൻ അവരെയും കൂടെ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ എനിക്കും പഠിക്കാൻ പറ്റും, അവർക്കും പഠിക്കാൻ പറ്റും. അങ്ങനെ പരസ്പരം ചെയ്തിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ട് ഫ്രണ്ട്ഷിപ്പും സ്റ്റഡീസും മുന്നോട്ട് കൊണ്ടുപോകും. സ്റ്റഡീസും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? അങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മെൻറ്ററിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൊമെന്റിൽ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പഠിച്ച് വൃത്തിയായിട്ട് മനസ്സിലാവുന്ന ആ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സാംസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട്? ഓ, എന്തായാലും. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണോ SSC പഠിക്കാനായിട്ട് അനാമിക യൂസ് ചെയ്യുന്നൊരു ടിപ്പ്? ഇതും ഉണ്ട്. പിന്നെ ഡെയിലി ഇപ്പം ഇന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ ഇന്ന് ക്ലാസ്സിലെടുത്ത കാര്യം ഇന്ന് വീട്ടിൽ പോയിട്ട് പഠിക്കും. എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന കാര്യം അന്ന് തന്നെ വീട്ടിൽ പോയിട്ട് പഠിക്കും. പിന്നീട് അതിനുശേഷം റിവിഷനും കാര്യങ്ങളൊക്കെ അധികം തന്നെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ? അപ്പം ഇതാണോ ഡെയിലി ഒരു റൊട്ടീനായിട്ട് യൂസ് ചെയ്യുന്നത്? ഡെയിലി മീൻസ് ഇന്നിപ്പോൾ പറ്റിയില്ലെങ്കിൽ നാളെ ഇന്നത്തെയും കൂടെ കൂട്ടിയിട്ട് ആക്കും. ഓക്കെ, ഇപ്പം നമ്മൾ എന്തായാലും SSC ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളോട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു SSC എക്സ്പെർട്ട് കഴിഞ്ഞ് മുമ്പോട്ട് ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ പ്രൊഫഷണൽ ലൈഫിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇത് ജസ്റ്റ് പഠിച്ച് ജോലിക്ക് കയറുക എന്നുള്ളത് മാത്രമാണോ, അതോ നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ഒരു പൊസിഷൻ നമുക്കൊരു ഗോളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടോ? എനിക്ക് ഫിറ്റ്നസ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യം, ഹെൽത്ത് നോക്കുക എന്നുള്ളത്. അപ്പം ഈ ജോബ് കിട്ടി, ആ ജോബിന്റെ ക്യാഷ് കൊണ്ട് ഫിറ്റ്നസ് നോക്കണം, ഫാമിലിനെ നോക്കണം, ആ ഒരു കോൺസെപ്റ്റാണ് ഇപ്പം എൻ്റെ മൈൻഡിലുള്ളത്. അപ്പം ഇതിനകത്ത് ഈ ഒരു മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു ജോലി കിട്ടിയിരിക്കെ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? ഫസ്റ്റ് സാലറി കൊണ്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യം? ഫസ്റ്റ് സാലറി ഞാൻ എൻ്റെ അമ്മക്ക് കൊടുക്കുക, അത് അല്ലാണ്ട് വേറെ എനിക്ക് പ്ലാനൊന്നുമില്ല. വേറെ പ്ലാനൊന്നുമില്ല? വേറെ സ്വന്തമായിട്ട് നമുക്കൊരു ട്രിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡൊക്കെ വാങ്ങിക്കണം എന്നൊരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതെല്ലാം ഫസ്റ്റ് സാലറിയിലേക്ക് നോക്കി വെച്ചിരിക്കുകയാണ്? ഫസ്റ്റ് സാലറി ഞാൻ പറഞ്ഞല്ലോ വീട്ടിലേക്ക് കൊടുക്കാനാണ് ആദ്യം താല്പര്യം. പിന്നെ SSCയിൽ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്ത് നടത്തുന്നുണ്ടോ? മാനിഫെസ്റ്റേഷൻ ഞാനിങ്ങനെ ഡെയിലി പറയും ACCA അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ബ്രെയിനെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിൻ വാഷ് ചെയ്യും. വേറെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് പോകാൻ പാടില്ല, SSC തന്നെയാണ് വേണ്ടത്. സോ അതിലേക്ക് ബ്രെയിനെ പഠിപ്പിക്കാനായിട്ട് എല്ലാ ദിവസവും ഒരു മന്ത്രം പറയുന്ന പോലെ SSC എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഓക്കെ, അതിലെല്ലാം ശേഷം നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ SSC പാസ്സാകാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ടാവും. അതിലേക്ക് എങ്ങനെയായിരിക്കും ആ ഒരു കോൺഫിഡൻസിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്? എങ്ങനെയാണ്? മെന്ററിംഗ് സപ്പോർട്ട്, ഫാക്കൽറ്റി സപ്പോർട്ട്, കാറ്റലിസ്റ്റ് സപ്പോർട്ട്. ഓക്കെ, സെൽഫ് മോട്ടിവേഷൻ എന്തെങ്കിലും? സെൽഫ് മോട്ടിവേഷൻ ഉണ്ട്. ഞാനിപ്പം എന്താണ് എനിക്ക് പഠിക്കണം എന്ന് തോന്നുമ്പം ഞാൻ പഠിക്കും, പക്ഷെ എന്തായാലും പഠിച്ചല്ലേ പറ്റൂ. അതെ, അപ്പം എന്താ ഞാൻ ഡെയിലി പഠിക്കും. ഓക്കെ, അപ്പം നേരത്തെ ഇപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് ഡൗട്ട് ചോദിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ എന്തായാലും പഠിക്കണമെന്നൊരു തോന്നല്. അപ്പം ആ പഠിക്കുന്ന നമുക്ക് ഒരു SSC പഠിക്കുമ്പോഴത്തേക്കും പഠിക്കണമല്ലോ എന്നോർത്ത് പഠിക്കുന്നതാണോ? അല്ലല്ല, ഇത് എൻ്റെ ആഗ്രഹം കൊണ്ട് പഠിക്കുന്നതാണ്. അത് പൊതുവെ ഈ ഒരു കാറ്റലിസ്റ്റിന്റെ കൾച്ചറിൽ അതങ്ങനെ വരുന്നുണ്ടോ? പക്ഷേ ഞാൻ എല്ലാവരെയും പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതായിട്ടല്ലാതെ നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മുടെ ഒരു ഗോൾ ഇതായതുകൊണ്ട് നമ്മളെല്ലാം പഠിക്കണം, ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നു. ഇപ്പൊ എല്ലാവരും ഈ കോഴ്സ് എടുക്കാൻ കാരണം അവർ ആഗ്രഹിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അവരെന്തായാലും ആഗ്രഹിച്ചിട്ട് തന്നെ പഠിക്കും. കൃത്യമായിട്ടൊരു റൂട്ടിൽ തന്നെയാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ലക്ഷ്യങ്ങളുടെ വിലയുള്ള ഉപ്പിലേക്കൊക്കെ മുമ്പോട്ട് പോകാനായിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പം ആ ഒരു യാത്രയിലേക്ക് പോകുമ്പോഴത്തേക്കും അനാമികയ്ക്ക് എന്തായാലും ലക്ഷ്യങ്ങളുടെ വിലയുള്ള ഉപ്പിലേക്ക് നമ്മുടെ ഒരു കൈയക്ഷരത്തിൽ ഒരൊപ്പിട്ട് അതിന് ലക്ഷ്യങ്ങളുടെ വാല്യൂ ആയിട്ട് മാറാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം അനാമികയ്ക്ക് ഉണ്ടാകട്ടെ. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.